ഇതാണ് ഇൻവെർണസ് ബസ് സ്റ്റേഷൻ. ഇപ്പോൾ സമയം രാവിലെ 6:45. ഞാൻ രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. എനിക്ക് ഇവിടുന്ന് 7:20 ഗ്ലാസ്ഗോയിലേക്കുള്ള ബസ്. ഇവിടുന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഗ്ലാസ്ഗോയിൽ നിന്ന് ഒരാളും കൂടെ ഉണ്ട്. അതാരാന്ന് ഞാൻ അവിടെ എത്തുമ്പോൾ കാണിക്കാം. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് 10 മിനിറ്റ് ലേറ്റായിട്ടാണ് ബസ് ഇവിടെ എത്തിയത്. ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് ഞാൻ ബസ്സിൽ കയറി. ഇനി ഒരു 4 മണിക്കൂർ ഞാൻ ഈ ബസ്സിലിരിക്കണം. ഇന്നാണെങ്കിൽ നല്ല വെയിലും ഫുൾ കോടമഞ്ഞൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി വെതറായിരുന്നു. അതുകൊണ്ട് എനിക്കധികം ബോറടിച്ചില്ല ഇന്ന്. അങ്ങനെ നീണ്ട 4 മണിക്കൂറിന് ശേഷം ഞാൻ ഫൈനലി ഗ്ലാസ്ഗോ ബസ് സ്റ്റേഷനിലെത്തി. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്ലാസ്ഗോയിൽ എന്നെ വെയിറ്റ് ചെയ്തിരുന്ന ആള്. അതിരാവിലെ ഇറങ്ങിയോണ്ട് ഞങ്ങൾ ഫസ്റ്റ് ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ ബാക്കി കറക്കാം. വലിയ പ്ലാനൊന്നുമില്ല. ഒരു 3-4 മണിക്കൂറുണ്ട്. അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചുമ്മാ കാണണം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ടും നല്ല വെതർ ആയതുകൊണ്ടും സ്ട്രീറ്റിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു ഫുള്ള് കാണാനായിട്ട്. ഇവിടേക്ക് ഒരു റൗണ്ട് നടന്ന് ഇനി സബ്വേ ട്രെയിനിൽ ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാനാണ് നമ്മുടെ അടുത്ത പ്ലാൻ. മറ്റ് പല സ്ഥലത്തെയും സബ്വേയിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഗ്ലാസ്ഗോയിലെ സബ്വേയിൽ ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. നമ്മൾ പല പ്രാവശ്യം ആദ്യമായിട്ട് സബ്വേയിൽ കയറാം. വെറൈറ്റി എക്സൈറ്റിംഗ് വെറൈറ്റി. ഇവിടെ ഇരിക്കണായിരിക്കും. ഇരിക്കണ്ടേ? ഈ അബദ്ധത്തിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? സ്റ്റോപ്പ് മാറി ഇറങ്ങി. ചെറുതായി സ്റ്റോപ്പ് മാറി. ഇനി അടുത്ത ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. 4 മിനിറ്റ്. എന്നാലും നമ്മൾ ലാഭമാണ്. ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് വന്നിരുന്നെങ്കിൽ ഇതൊരിക്കലും സംഭവിക്കത്തില്ലായിരുന്നു. ഇത് നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്നതാണ് ഇതിപ്പോൾ സംഭവിച്ചത്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു സംഗതിയാണ് സ്റ്റേഷൻ മാറിയത്. ഇവിടെ നമുക്കൊരു കണക്ഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇവിടെ നിർത്തിയതാണ്. 10 മിനിറ്റ് പോവാൻ 2 കണക്ഷൻ. അതെ, 10 മിനിറ്റ് പോലും ഇല്ല. 10 മിനിറ്റ് പോലും ഇല്ല. നമുക്ക് പോകേണ്ട അടുത്ത ട്രെയിൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഗെറ്റ്. ഇനി നമുക്ക് തെറ്റാൻ പാടില്ല. കറക്റ്റ് സ്ഥലത്ത് ഇറങ്ങണം. കറക്റ്റ് സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി നമ്മൾ തെറ്റൂല. തെറ്റാൻ പറ്റുമോ? എന്നാൽ പോവാം. ഒരു സൺഡേ ആണ്. അത്യാവശ്യം നല്ല ഒരു തിരക്കുണ്ട് സ്റ്റേഷനൊക്കെ. തന്നെ നാളെ പബ്ലിക് ഹോളിഡേയും കൂടെ ആയതുകൊണ്ട് കുറച്ചും കൂടി തിരക്കുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റി കാണാൻ പോവാണ്. പഴയ ഒരു ആർക്കിടെക്ചറൊക്കെ ഉള്ള ഒരു ഭയങ്കര ഭംഗിയുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഞാനും ഇതുവരെ പോയിട്ടില്ല. പക്ഷേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് അങ്ങോട്ട് പോകാം. യൂണിവേഴ്സിറ്റിയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. യെസ്. എങ്ങനെയുണ്ടായിരുന്നു ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസ്? ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റി അടിപൊളി.
കുറേ ബുദ്ധിജീവികളുടെ സ്ഥലം. കൊള്ളാം. ഒരു നമ്മൾ കുറച്ചും കൂടി റിച്ച് ആയിരുന്നെങ്കിൽ നമുക്ക് അവിടെ പഠിക്കായിരുന്നു. അതെ, ഒരു ആർക്കായാലും ഒന്ന് പഠിക്കാൻ തോന്നുന്ന ഒരു ഫീല് വരും. അതെ അതെ അതെ, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ തോന്നും. ശരിയാ. സാരമില്ല, ഇനിയും പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സാരമില്ല, പ്രായമായി. യൂണിവേഴ്സിറ്റി കണ്ടിറങ്ങിയത് നമ്മൾ അടുത്ത് എങ്ങോട്ടാണ് പോകുന്നത്? ആഷ്ടൻഡെയിൻ. ഓക്കെ. ഗ്ലാസ്ഗോയിലെ കുറച്ച് ഹാപ്പനിങ് പ്ലേസ് ആണ്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ്സ് ഒരുപാട് എന്താ പറയുക, നൈസ് ഫോട്ടോഗ്രാഫ്സ് ഉള്ള ഒരു എടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രീറ്റാണ്. പഴയ ഒരു സ്ട്രീറ്റ് കണ്ടുപോകാം. ഓക്കെ. അങ്ങനെ നമ്മൾ ഈ സ്ട്രീറ്റിലെത്തി. പക്ഷേ ഇവിടെ വൈകിട്ട് വന്നാലായിരിക്കും കുറച്ചും കൂടി നൈസായിട്ടുണ്ടാവുക, ലൈറ്റ്സ് ഒക്കെ ഓൺ ആയി കഴിയുമ്പോൾ. ഇത്രയും നേരം ഞങ്ങൾ നടന്നപ്പോഴത്തേക്ക് രാവിലെ കഴിച്ച കോഫിയുടെയും ഡോണറ്റിൻ്റെയൊക്കെ എഫക്റ്റ് ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നടന്നു വരുന്ന വഴിക്ക് അടുത്ത് റോഡ് സൈഡിൽ കണ്ട ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഞങ്ങൾ രണ്ടുപേരും ചിക്കൻ റാമനായിരുന്നു ഓർഡർ ചെയ്തത്. അത്യാവശ്യം നല്ല കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റുള്ളൊരു ഫുഡായിരുന്നു. ഫുഡ് എങ്ങനെയുണ്ട്? വയറ് നിറഞ്ഞോ? കഴിച്ചു തീർക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും അടുത്തൊരു ട്രെയിൻ എടുത്ത് ഇനി ഗ്ലാസ്ഗോ കത്തീഡ്രൽ കാണാനാണ് പോകുന്നത്. ട്രെയിൻ ഇറങ്ങി ഒരു 10-15 മിനിറ്റ് നടക്കാനുണ്ട് ഈ കത്തീഡ്രലിലേക്ക്. മുമ്പിലിങ്ങനെ ഓട്ടം ലീവ്സ് ഒക്കെ ആയിട്ട് അതിനിടയിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ കത്തീഡ്രലിൻ്റെ ഭംഗി കാണാനൊന്ന് വേറെ തന്നെയാണ്. 12th സെഞ്ച്വറിയിലാണ് ഈ കത്തീഡ്രൽ നിർമ്മിക്കപ്പെട്ടതെന്നാണ് പറയുന്നത്. ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോത്തിക് ആർക്കിടെക്ചറാണ്. സെയിൻറ്റ് മൺഗോയുടെ ശവകുടീരത്തിന് മേലെയാണ് ഈ കത്തീഡ്രൽ പണിതിട്ടുള്ളത്. അത് ഇതിൻ്റെ താഴെ കാണാൻ പറ്റും. അപ്പോൾ ഈ കത്തീഡ്രലിൻ്റെ കുറച്ച് വിഷ്വൽസ് നിങ്ങൾ കണ്ടിട്ടോ. ശരിക്കും ഒരു 3-4 മണിക്കൂർ കൊണ്ട് ആകെ ഇത്രയൊക്കെ കാണാൻ പറ്റുള്ളൂ. വേറൊരു ദിവസം നേരത്തെ വന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഫുൾ കറങ്ങി എല്ലാം തീർക്കണം. അങ്ങനെ ബസ്സിന് ഇനി അധികം സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ബസ് സ്റ്റേഷനിലേക്ക് നടക്കുന്ന സമയത്താണ് ഇവിടെ കുറേ പേര് പ്രാവിനിങ്ങനെ തീറ്റ കൊടുക്കുന്നത് കണ്ടത്. അപ്പോൾ പിന്നെ എന്നാൽ കുറച്ച് പ്രാവിനെയും കൂടെ പറത്തി വിട്ടിട്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താമെന്ന് വിചാരിച്ചു.